ഹലോ ഡിയേഴ്സ്, തീർന്ന ഡിഫ്യൂസർ ബോട്ടിലിൻ്റെ ഈ സ്റ്റിക്സാണ് ഇന്നത്തെ നമ്മുടെ ഇര. ഈ സ്റ്റിക്സ് വളരെ ഫ്ലെക്സിബിളാണ്, ഒടിയത്തില്ല, ഇത് ഒടിഞ്ഞൊന്നും സ്റ്റിക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്കിതുകൊണ്ട് സ്റ്റാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളിതിനെ 6 പീസായിട്ട് ഒരേപോലെ കട്ട് ചെയ്തെടുത്ത് ഗോൾഡൻ കമ്പി വെച്ചിട്ട് 3 സൈഡും 3 വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. അപ്പം ഒരു ഗോൾഡൻ കളറുമ്പോൾ ഒരു ഭംഗിയും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ 3 സൈഡും നല്ലപോലെ ഇങ്ങനെ ചുറ്റിയാതെ അവിടെ ഇരുന്നോളും. കമ്പി അത് നല്ലതായിട്ട് ഇരിക്കും. അങ്ങനെ 3 ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനത്തെ 2 ജോയിൻ ചെയ്തെടുത്ത് ഒടിയത്തില്ല, ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ഒടിയത്തില്ല. അത് 2 ഇങ്ങനെ അതിൻ്റെ 2 മോൾ വശവും അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടത്തി കൊടുത്തിട്ട് നമ്മളിങ്ങനെ വലിച്ച് അതവിടെ ഭയങ്കരമായിട്ട് ഫിക്സായിട്ട് അവിടെ ഇരിക്കും. നല്ല ഭംഗിയായിട്ടൊരു സ്റ്റാർ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ കുറേ സ്റ്റാർ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഞാനൊരു ഇച്ചിരി കൂടെ ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒരു ഗ്രീൻ കളറിലെ ത്രെഡ് എടുത്തിട്ട്, ക്രിസ്മസ് ആകുമ്പം റെഡും ഗ്രീനും വൈറ്റും ഒക്കെ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രീൻ ത്രെഡ് എടുത്ത് കൊടുത്തിട്ട് ചുമ്മാ നടുക്ക് ഇങ്ങനെ കുറച്ച് ഒന്ന് ചുറ്റി ഒന്ന് കെട്ടി വെച്ച് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ അറ്റത്ത് എന്തെങ്കിലും തൂക്കി ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഒരു ബീഡ്സും കൂടി കൊടുത്തൊരു ഭംഗിക്ക്, എന്നിട്ട് നമ്മൾ ബാക്കി പോർഷൻസ് നമുക്ക് അവിടെ ഒരു ഇച്ചിരി ഗ്ലൂ ഒക്കെ വെച്ച് കൊടുത്ത് അങ്ങ് ഒട്ടിച്ച് സെറ്റാക്കി അങ്ങ് വെക്കാം, അവിടെ ഇരുന്നോളുമല്ലോ. അതിനുശേഷം ഇത് ഇങ്ങനെയാണ് കിട്ടിയത്. കുറച്ച് ബീഡ്സും ഒരു വൈറ്റ് റോസും ഒരു ക്രിസ്മസ് തീമിന് പറ്റിയ കുറച്ച് സാധനമൊക്കെ വെച്ചൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്ത്, എന്നിട്ട് അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ 3 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, 3 കളറിൽ. ചുമ്മാ ക്രിസ്മസ് ഓർണമെൻ്റായിട്ട് ക്രിസ്മസ് ട്രീയിലൊക്കെ തൂക്കിയോ എവിടെയെങ്കിലുമൊക്കെ തൂക്കിയൊക്കെ ഇടാമല്ലോ. ക്രിസ്മസിനല്ലേ ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. താങ്ക്